ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അന്ന് എനിക്ക് പറയാൻ സാധിക്കാത്ത കാര്യം ഇന്ന് എനിക്ക് പറയാനായിട്ട് ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദെൻ ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്, റിട്ടൺ ബൈ ദ റിനോൺ ജാപ്പനീസ് ഓതർ തോഷിക്കാസു ഗവാക്കുച്ചി, ഇസ് എ ബുക്ക് ദാറ്റ് യു ഷുഡിന്റ് മിസ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് സീരീസിലെ ആദ്യ പുസ്തകമാണിത്. ഈ സീരീസിലാകെ 5 പുസ്തകങ്ങളാണുള്ളത്. ഈ 5 പുസ്തകങ്ങളും ടോക്കിയോയിലെ ഒരു മാജിക്കൽ കഫേയായ ഫ്യൂണിക്കലായിട്ട് കണക്റ്റഡ് ആയിട്ടാണുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഓർഡിനറി ലുക്കിംഗ് കഫേ, പക്ഷേ ഈ കഫേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി സീക്രറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കഫേയിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പഴയ കാലഘട്ടത്തിലെ ആ പഴയ നിമിഷത്തിലേക്ക് തിരികെ ചെല്ലാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനായി ചില നിബന്ധനകൾ നിങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിളമ്പി നൽകിയിരിക്കുന്ന കോഫി അത് ആറി തണുക്കുന്നതിന് മുമ്പ് പ്രസന്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്നുള്ളതാണ്. 4 വ്യത്യസ്ത കഥകളിലൂടെ ലവ്, ലോസ്, റിഗ്രറ്റ്, ഫോർഗീവ്നെസ് ആൻഡ് ഹോപ്പ് എന്നീ വ്യത്യസ്ത വൈകാരിക തലങ്ങളിലേക്ക് ഈ പുസ്തകം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ബുക്ക് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പാസ്റ്റ് അത് മാറ്റാനായിട്ട് സാധിക്കില്ലായിരിക്കാം, പക്ഷേ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മുടെ കൈകളിലാണ് ഇരിക്കുന്നത്. So, if you are looking for a thought-provoking and comforting read that would stays with you even after you have read the last page, then this is the book that I would truly recommend. Link ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഹാപ്പി റീഡിംഗ്.